ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ ഹസ്ബൻഡ് തന്നെ വാതിൽ തുറന്ന് തരണം. അതുപോലെ ഇവിടെ നിന്ന് ഉടമ്പടി പൂർത്തിയാക്കി ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മണി അടിച്ചപ്പോൾ വാതിൽ തുറന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണോ ഈ കിടപ്പായ 2 വർഷമായിട്ട് കിടപ്പായ വ്യക്തി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ചെല്ലുമ്പോഴാണോ എൻ്റെ ഹസ്ബൻഡ് ശരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞെട്ടിപ്പോയ അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? അപ്പോൾ 2 വർഷമായിട്ട് യൂരണോ പിന്നെ ഇല്ലെങ്കിൽ ബാത്റൂം പോകാനും ഭയങ്കര പ്രയാസപ്പെട്ട കുടുംബമാണ്. എൻ്റെ പേര് അഞ്ജനയാണ്. ഞാൻ വൈറ്റില എളംകുളം ഇടവകയാണ്. ഞാൻ ഒരു ഒറീസക്കാരത്തിയാണ്. ഇവിടെ 15 വർഷമായിട്ട് നമ്മുടെ എറണാകുളം ഏരിയയിൽ താമസിക്കുന്നതാണ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം ഞാൻ പറയുന്നു. എൻ്റെ ഹസ്ബൻഡും ഒരു ചെടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഗാർഡൻ വർക്ക്. അതിന് ഒരു വീട്ടിൽ പോയപ്പോൾ പുല്ല് വെട്ടാൻ ആ വീട്ടുകാർ വാട്ടർ ടാങ്കിൻ്റെ മൂടികയാണ് മാറ്റിയിട്ടിട്ട് പച്ച സീറ്റ് വിരിച്ചിട്ടത് വെള്ളത്തിൽ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയാണ് ഇട്ടത്. അപ്പോൾ വീട്ടുകാരും പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞില്ല. അപ്പോൾ പുല്ല് വെട്ടിക്കൊണ്ട് നിന്ന സമയങ്ങളിൽ അത് ടാങ്കിൽ വീണുപോയപ്പോൾ അപ്പം തന്നെ കിടപ്പായി. അപ്പോൾ വീട്ടുകാർ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കിടത്തി. എന്നെ വിളിച്ച് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കിടക്കാനാണ്, ഇങ്ങനെ വീണുപോയെന്ന് പറഞ്ഞു. അപ്പോൾ 2 വർഷത്തോളം അങ്ങനെ കിടപ്പായി. ഡോക്ടറുടെ അടുത്തും പോയി. ഡോക്ടർ MRI സ്കാനും കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു 2.5 ലക്ഷം രൂപ വേണം ഡിസ്കിൻ്റെ ഓപ്പറേഷൻ മാറ്റണമെങ്കിൽ. അപ്പോൾ ഡിസ്കിൻ്റെ ഓപ്പറേഷൻ തന്നെ ഈ ആഴ്ചയിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് നാളെ ഗുളിക നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 2 വർഷം അങ്ങനെ കടന്നു പോയി. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞാണ് ഉടമ്പടി കൃപാസനം ഇവിടെ ആലപ്പുഴയിലാണ്. അപ്പോൾ എനിക്ക് വഴി ഒന്നും അറിയില്ല. ഞാൻ എൻ്റെ വീട്ടിലും വൈറ്റില ഹബ്ബിലോട്ട് കയറി അവിടെ നിന്ന് ബസ് പിടിച്ചിട്ടാണ് ആലപ്പുഴ ബസ്. ഞാൻ വൈറ്റിലാൻ്റെ ബസ് കയറിയപ്പോൾ തന്നെ ആ കോൺട്രാക്ടർ അടുത്ത് പറഞ്ഞു, എനിക്ക് കൃപാസനം എവിടെ നിന്നും അറിയില്ല, എനിക്ക് ഒന്ന് കൃപാസനം വരുമ്പോൾ ഒന്നും പറയണം, എനിക്ക് ഉടമ്പടി എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കൃപാസനം വന്നപ്പോൾ ആൾ പറഞ്ഞു തന്നു, ഇവിടെയാണോ കൃപാസനം. ഞാൻ ഓടി വന്ന് മാതാവിൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു, അമ്മേ, എനിക്ക് എന്താണെന്ന് ഉടമ്പടി എന്തെന്നോ ഒന്നും അറിയില്ല, എനിക്ക് എഴുതാൻ വായിക്കാനൊന്നും അറിയില്ല, ഒറീസക്കാരനായ കാരണം മലയാളം എനിക്കറിയില്ല, സംസാരിക്കാൻ അറിയുള്ളൂ, വായിക്കാൻ എഴുതാൻ അറിയില്ല. ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയങ്ങളിലാണ്. അപ്പോൾ ഒരു ചേച്ചി വന്ന് എന്നെ സഹായിച്ചു, ഉടമ്പടി എടുത്ത്. ആദ്യത്തെ ഉടമ്പടിയാണ് ഞാൻ വെച്ചത്. ഹസ്ബൻഡ് ഡിസ്ക് പ്രശ്നം ഒന്ന് മാറ്റിത്തരാൻ, ഓപ്പറേഷൻ കൂടാതെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് മാതാവ് മാറ്റി തരണം. ഞാൻ വരുമ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, ഞാൻ മാതാവ് മാറ്റി തരും, കുറച്ച് വിശ്വസിച്ച് നിൽക്കേ, ഞാനും കൂടെ പോകുന്നുണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ, അമ്മ നമ്മളെ കൈ വിടില്ല. അതുപോലെ ഞാൻ ഇവിടെ വരുമ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ തിരിച്ച് ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ഉടമ്പടി എടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് വാതിൽ തുറന്ന് തരേണ്ടത്. ഞാൻ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ ഹസ്ബൻഡ് തന്നെ വാതിൽ തുറന്ന് തരണം. അതുപോലെ ഇവിടെ നിന്ന് ഉടമ്പടി പൂർത്തിയാക്കി ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മണി അടിച്ചപ്പോൾ വാതിൽ തുറന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണോ ഈ കിടപ്പായ 2 വർഷമായിട്ട് കിടപ്പായ വ്യക്തി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ചെല്ലുമ്പോഴാണോ എൻ്റെ ഹസ്ബൻഡ് ശരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞെട്ടിപ്പോയ അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? അപ്പോൾ 2 വർഷമായിട്ട് യൂരണോ പിന്നെ ഇല്ലെങ്കിൽ ബാത്റൂം പോകാനും ഭയങ്കര പ്രയാസപ്പെട്ട കുടുംബമാണ്. അത് കഴിഞ്ഞിട്ട് തൈലം ഉപ്പും പുരട്ടി അങ്ങനെ ഇത് ചെയ്തപ്പോൾ ചെറുതായിട്ടും കുറവാന്ന്. 2ാമത് പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അസുഖം സൗഖ്യമായിട്ട് ഓപ്പറേഷന് പറഞ്ഞ വ്യക്തി ആ ഡോക്ടർ MRI സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു, ഇതിലൊന്നും കാണുന്നില്ല, ഡിസ്കിൻ്റെ ദശ കയറി ഞരമ്പിനെ കുത്തിയിരിക്കുകയാണോ, അതാണ് മുറിച്ച് മാറ്റുന്നതെന്ന് പറഞ്ഞേ. അവിടെ നോക്കുമ്പോൾ പറഞ്ഞ്, ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല, അത് മാറിപ്പോയല്ലോ, ഓപ്പറേഷൻ്റെ ആവശ്യമില്ല പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് 15 വർഷമായിട്ട് ഞാൻ ഒറീസയിൽ അറിയാലോ, ക്രിസ്ത്യാനി ആയതിന് വെട്ടിക്കൊല്ലുന്ന പരിപാടി ഒരു സംഭവമുണ്ടോ.
ഞാൻ ഈശ്വരനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് വീടില്ല, എനിക്ക് 1.5 സെൻറ്റ് സ്ഥലം ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. എനിക്കൊന്നും തന്നില്ലെങ്കിൽ 1.5 സെൻറ്റ് സ്ഥലം എനിക്ക് വേണം. 6 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ആ സാറ് പറഞ്ഞു, ആകെ എൻ്റെ കയ്യിൽ 3 ലക്ഷം രൂപ ഉള്ളൂ, ബാക്കി പൈസ ഒരു 12.5 ലക്ഷം രൂപ വേണം എനിക്ക് സ്ഥലം 2 സെൻറ്റ് മേടിക്കണമെങ്കിൽ. അപ്പോൾ ആ സാറ് പറഞ്ഞു, പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഞാൻ ബാക്കി പൈസ തന്നെ സഹായിക്കാം. അങ്ങനെ 6 മാസത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ 2 സെൻറ്റ് സ്ഥലം 1.5 സെൻറ്റ് മാതാവിൻ്റെ അടുത്ത് അപേക്ഷിച്ചു. മാതാവ് 2 സെൻറ്റ് സ്ഥലം അനുഗ്രഹിച്ചു എന്നെ. അത് കഴിഞ്ഞിട്ട് 2 വർഷത്തേക്കും ഇവിടെ വീട് വെക്കണമല്ലോ. അപ്പം ഞാൻ രാത്രി പകലും പിന്നെ അവിടെ നിന്ന് കടം മേടിച്ചതും അത് തീർക്കാൻ വേണ്ടിയാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞ, അമ്മ എനിക്ക് വീട് സ്ഥലം മേടിച്ചത് കടം തീർക്കണം, ഒരു വീട് വെക്കണം, എനിക്കൊരു പെൺകൊച്ച് വളർന്ന് വരുന്നതാണ്, ഇപ്പോൾ വാടക വീട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് 2 വർഷം കടന്നു പോയിപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ, അമ്മേ എനിക്കൊരു വീട് എനിക്ക് നൽകി അനുഗ്രഹിക്കണം കേട്ടോ. ഞാനും ഒരു 2 വർഷത്തൊക്കെ കടന്നു പോയ ശേഷം ഞാൻ അത് കഴിഞ്ഞിട്ട് കൊറോണ അതൊക്കെ വന്ന ശേഷം ഞാൻ പിന്നെ വരാതെ നിന്നു. പിന്നെ ഡെയിലി പള്ളി പോകും, പ്രാർത്ഥന അങ്ങനെ കാര്യങ്ങൾ. അമ്മേനെ കൈവിട്ടില്ല ഞാൻ ഒരിക്കലും. അത് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ PMI പദ്ധതിൻ്റെ പൈസ ഈ വീട് വെക്കാൻ 4 ലക്ഷം രൂപ കിട്ടും. ഞാൻ അവസാനമാണ് എഴുതി കൊടുത്തത് അയൽക്കൂട്ട വഴി. എനിക്ക് കിട്ടിയത് ആദ്യമാണ് വീട് വെക്കാൻ. പിന്നെ പള്ളി നമ്മൾ ഇടവക പള്ളി സഹായിച്ചും ബാക്കി നമ്മളെ യൂണിറ്റിൽ എങ്ങനെയൊക്കെ നമ്മളെ ഫാമിലി കുടുംബ യൂണിറ്റിൽ സഹായിച്ചു. ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ വിചാരിച്ച് വാർത്തക്കാതെയാണ് വീട്ടിൽ കയറേണ്ടത്. പിന്നെ മലബാർ ചാരിറ്റി പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് 50,000 കൊടുക്കും വാർക്കാൻ വേണ്ടി. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഡിസ്ക് പ്രശ്നമായ കാരണം ഞാൻ പണ്ടത്തെ MRI സ്കാൻ ഉണ്ടായ കാരണം ആ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ് കിടപ്പില്ലല്ലോ, പിന്നെ ഇത് കിട്ടൂല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഹസ്ബൻഡ് നേരത്തെ കിടപ്പായിരുന്നു, അല്ല ഇപ്പോൾ കിടപ്പില്ലല്ലോ. 3 തവണ എന്നെ പറന്ന് വിട്ട ശേഷം പറഞ്ഞു, ഇത് പിന്നെ നടക്കൂല, ഇത് കിട്ടൂല പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്ക് 50,000 എനിക്ക് ഒരു നയ പൈസ എടുക്കാനില്ല, ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ വീട് വാർക്കാനാണ്. അപ്പോൾ ഞാനൊന്ന് സാധിച്ച് തരുന്ന എനിക്ക് 50,000 എങ്ങനെയൊക്കെ എനിക്ക് കിട്ടണം. ആ മലബാർ ചാരിറ്റിയിലെ ആൾക്കാരുടെ മനസ്സ് മാറ്റണം, ഇല്ലെങ്കിൽ അമ്മ എടുത്ത് തരണം. അമ്മയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ഞാൻ അങ്ങനെയാണ് അമ്മയുടെ അടുത്ത് സംസാരിച്ചത്. ഒരാഴ്ച കഴിയുമ്പോൾ ആ മലബാർ ഗോൾഡ് ചാരിറ്റിയുടെ ആൾക്കാർ വന്നു, GST ബില്ല് വേണം അവിടെ കൊടുക്കണമെങ്കിൽ, GST ബില്ലായിട്ട് ചെല്ലാൻ. ഞാൻ GST ബില്ലായിട്ട് ചെല്ലും. ആ 50,000 ചെക്ക് എൻ്റെ കയ്യിലാണ് തന്നെ. അത് ശേഷമാണ് ഞാൻ വീട് വാർത്തതും. അതിലേക്കാളും എല്ലാവരും സഹായം തേടി, യൂണിറ്റിലും കാര്യങ്ങളും എല്ലാത്തിലും സഹായം തേടിയാണ് എനിക്ക് ഈ വീട് ഞാൻ ആഗ്രഹിക്കാനേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് എൻ്റെ അമ്മ വെച്ച് തന്നു. ജനുവരി 15-ാം തീയതി തന്നെ ഹൗസ് വാമിങ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞിട്ട് ഇത്രയും നാൾ ഞാൻ വൈകി പോയതാൽ മാതാവിനടുത്ത് മാഫ് അപേക്ഷിക്കുന്നു, ഈശ്വരൻ്റെ അടുത്ത് മാഫ് അപേക്ഷിക്കുന്നു, സാക്ഷ്യം വൈകി പോയതിനാൽ. പിന്നെ 3ാമത്തെ സാക്ഷ്യമുണ്ട്. എൻ്റെ കുഞ്ഞ് 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കാനായിരുന്നു. ആൾക്കും മലയാളം വായിക്കാനും നമുക്ക് ജപമാല ചൊല്ലാൻ അറിയില്ല. പിന്നെ രഹസ്യം മാത്രമേ ചൊല്ലാൻ അറിയുള്ളൂ, പിന്നെ ബാക്കി നമ്മളെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ കുഞ്ഞിനെ ഒന്ന് മലയാളം വായിക്കാനും എഴുതാനും കുടുംബ പ്രാർത്ഥന നടത്താൻ കൊച്ചിനെ ശക്തി തരണേ മാതാവേ, മലയാളം വായിക്കാൻ. ഇവിടെ നിന്ന് ഞാനൊരു 2ാമത്തെ പുതുക്കി ചെന്നപ്പോഴാണ് ഞാൻ ഉപ്പും തേന് കൊച്ചിനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 3ാമത്തെ ഉടമ്പടി പൂരിപ്പിക്കാനും വരുന്ന പകുതി ആയപ്പോഴാണ് കൊച്ചി നന്നായിട്ട് മലയാളം വായിക്കും. ഇപ്പോൾ മര്യാദയ്ക്ക് ഇപ്പോൾ 3ാം ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും, എല്ലാം ചെയ്യും മലയാളം. അപ്പോൾ അതങ്ങനെ നമുക്ക് വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്താൻ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആളെ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലും. അങ്ങനെ എല്ലാ ദിവസവും പള്ളി കൊണ്ടുപോക്കും, പള്ളിയിൽ നമ്മളെല്ലാവരും കൂടെ പോകും, അങ്ങനെ കടന്നു പോകുന്നത്. പിന്നെ 4ാമത്തെ ഒരു എൻ്റെ സാക്ഷിയാണ്. എൻ്റെ ചേച്ചി മെൻ്റലി പ്രോബ്ലം ആയെന്ന് പറയുമ്പോൾ ഒരു പ്രാന്തമായ സ്റ്റേജിലായിരുന്നു. കാലിലെ ചെയിൻ കെട്ടിവെക്കും. 2 മക്കളാണ് ആൾക്ക്. ആൾ ചേച്ചീനെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്, ചേച്ചി ഇവിടെ ഇല്ലല്ലോ, ഒരു ശൈലാണ്. അപ്പോൾ എൻ്റെ നെറ്റിൽ തന്നെ തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് എൻ്റെ നെറ്റിയാണോ ചേച്ചീൻ്റെ നെറ്റിയാണെന്നല്ലേ ഞാൻ കുരിശ് വരയ്ക്കണേ. ആ കുരിശിനെ അത് എൻ്റെ ചേച്ചീൻ്റെ നെറ്റ് കൊടുത്ത് ആ അസുഖം മാറ്റി തരുന്ന അനുഗ്രഹിക്കണേ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല ചേച്ചിക്ക്, എല്ലാം ചെയ്യാനുണ്ടോ കൊച്ചുങ്ങളും കൂടെ. അപ്പം തിരിച്ച് നേരത്തെ കൊച്ചുങ്ങളെ തന്നെ പ്രസവിച്ച കൊച്ചുങ്ങളെ പോലെ തിരിച്ചറിയാത്ത അവസ്ഥയായിരുന്നു ആൾക്ക്. ഇപ്പോൾ കൊച്ചുങ്ങളെ
ശുശ്രൂഷിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ ആൾ കുടുംബജീവിതം നയിച്ചു പോകുന്നുണ്ട്. അത്